ചേലക്കരയിലെ വിജയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളും കാരണമായെന്ന് നിയുക്ത MLA UR പ്രദീപ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ജനം നല്ലതുപോലെ ചർച്ചയ്ക്കെടുത്തിട്ടുണ്ട്. അതെല്ലാം വിജയത്തിലേക്ക് നയിക്കാൻ സഹായിച്ചെന്നും പ്രദീപ് പറഞ്ഞു. ഫലം അറിഞ്ഞ ഉടൻ തന്നെ നേരിട്ട് അഭിനന്ദിക്കാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. സ്പീക്കറും വിളിച്ചു. എന്നാൽ എന്റെ ഫോൺ മറ്റൊരു വാഹനത്തിലായിരുന്നതിനാൽ സംസാരിക്കാനായില്ല. മുഖ്യമന്ത്രിയെയും സ്പീക്കറെയും നേരിട്ട് പോയി കാണും. മണ്ഡലത്തിൽ അവർ നടത്തിയ ഇടപെടലുകൾ സമ്മാനിച്ച് വിജയത്തിൽ നന്ദിയും പറയും. പ്രദീപ് ഇങ്ങനെയാണ് പറഞ്ഞത്. ചേലക്കരയിൽ 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UR പ്രദീപ് വിജയിച്ചത്. 64,259 വോട്ടുകൾ ലഭിച്ചു. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ പ്രദീപ് തന്നെയായിരുന്നു മുന്നിൽ. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളും മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ നടത്തിവന്ന വികസന പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടിയായിരുന്നു LDFന്റെ പ്രചാരണം. 2016 മുതൽ 2021 വരെ 5 വർഷം പ്രദീപ് ചേലക്കര MLA ആയിരുന്നിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 2000 മുതൽ 2005 കാലയളവിൽ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. 2009 മുതൽ 2011 ദേശമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്നു. 2022 മുതൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായി പ്രവർത്തിക്കുകയാണ്. അതേസമയം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ രമ്യ ഹരിദാസിന് 52,626 വോട്ടുകളും BJPയുടെ K ബാലകൃഷ്ണന് 33,609 വോട്ടുകളുമാണ് ലഭിച്ചത്. അതേസമയം പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് മണ്ഡലമായ ചേലക്കര നിലനിർത്താനായെങ്കിലും LDFന് ആശ്വസിക്കാൻ വകയില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 83,415 വോട്ടുകൾ ലഭിച്ച K രാധാകൃഷ്ണൻ 39,400 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. എന്നാൽ ഇത്തവണ CPMന്റെ UR പ്രദീപിൽ ലഭിച്ചത് 64,259 വോട്ടുകളാണ്. പണം ഞങ്ങൾ തരും. 12,201 വോട്ടിന്റെ ഭൂരിപക്ഷം. K രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഇത്തവണ ലഭിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ ആലത്തൂരിൽ മത്സരിച്ചപ്പോൾ ചേലക്കരയിൽ നിന്ന് ലഭിച്ചതാകട്ടെ വെറും 5,000 വോട്ടുകളുടെ മാത്രം മേൽക്കൈയാണ്. 2016 തനിക്ക് ലഭിച്ച 10,200 വോട്ടിന്റെ ഭൂരിപക്ഷം മെച്ചപ്പെടുത്തിയെങ്കിലും മൊത്തം വോട്ടുകളിൽ പ്രദീപിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 2016 3,512 വോട്ടുകളാണ് കുറഞ്ഞത്. 2021 19,156 വോട്ടുകൾ പാർട്ടിക്ക് കുറഞ്ഞിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ രമ്യ ഹരിദാസിന് 52,626 വോട്ടുകളും BJPക്ക് 33,609 വോട്ടുകൾ നേടി. ഇത്തവണ പ്രദീപിന് ആകെ പോൾ ചെയ്തതിന്റെ 41.44% വോട്ടുകളാണ് ലഭിച്ചത്. K രാധാകൃഷ്ണന് 2021 54.41% വോട്ടുകൾ ലഭിച്ചിരുന്നു. 13% വോട്ടുകളാണ് LDFന് ഇത്തവണ കുറഞ്ഞത്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ CPMലെ UR പ്രദീപ് തന്നെയായിരുന്നു മുന്നിൽ. 11ാം റൗണ്ടിൽ മാത്രമാണ് രമ്യക്ക് നേരിയ ലീഡ് നേടാൻ സാധിച്ചത്.